ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. മോദി ട്രംപ് കൂടിക്കാഴ്ച ഉടൻ ഇന്ത്യ-US ബന്ധം മെച്ചപ്പെടുന്നതായി സൂചന. റഷ്യൻ എണ്ണ ഇറക്കുമതി അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിച്ചേക്കും. ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വഷളായ ഇന്ത്യ-അമേരിക്ക ബന്ധം മെച്ചപ്പെടുന്നതായി സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉടൻ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ട്രംപ് ഇരട്ടി തീരുവ ചുമത്തിയതോടെയാണ് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വിള്ളൽ വീണത്. ഇന്ത്യ എണ്ണ വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന ഭീമമായ തുക റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ചെലവഴിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആരോപണം. തീരുവ വിഷയത്തിന് പിന്നാലെ രൂപപ്പെട്ട അകൽച്ച പരിഹരിക്കാൻ ഇന്ത്യയും US-ഉം ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപും മോദിയും ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഈ വർഷം അവസാനമോ 2026-ന്റെ തുടക്കത്തിലോ നടക്കാൻ സാധ്യതയുള്ള ക്വാഡ് ഉച്ചകോടിക്കിടെയാകും ട്രംപ് മോദി കൂടിക്കാഴ്ചയെന്നാണ് സൂചന. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് തുടർച്ചയായി വിമർശനമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇന്ത്യൻ നിലപാടിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഇന്ത്യൻ നയങ്ങളെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പെട്രോളിന് നിസാര വിലയുള്ള ദുബായിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധന. ദുബായിയുടെ ഇതുവരെ രജിസ്റ്റർ ചെയ്ത 41,000-ലേറെ ഇലക്ട്രിക് വാഹനങ്ങൾ. ദുബായിയുടെ വികസന കുതിപ്പിന് വേഗം കൂട്ടി ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഈ വർഷം ജൂൺ വരെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് 42,000 മെഗാവാട്ട് വൈദ്യുതി ചെലവഴിച്ചു. ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റജി 2050, ദുബായ് നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്ട്രാറ്റജി 2050 എന്നിവയുടെ സുപ്രധാന പദ്ധതികളിലൊന്നാണ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സോളാർ പാർക്ക്. 2050ഓടെ ദുബായിയുടെ ഊർജ്ജ ആവശ്യത്തിന്റെ 100% സംശുദ്ധ ഊർജ്ജമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ദുബായിൽ ഇതുവരെ 41,000-ലേറെ ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി MD-യും CEO-യുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE വിസ അപേക്ഷയ്ക്ക് പുതിയ നിബന്ധന. വിസ അപേക്ഷകർ പാസ്പോർട്ടിന്റെ പുറം കവർ പേജിന്റെ പകർപ്പും സമർപ്പിക്കണം. പാസ്പോർട്ടിന്റെ പുറം കവർ പേജിന്റെ പകർപ്പ് സമർപ്പിക്കണമെന്ന സർക്കുലർ ഈ മാസം ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. ദുബായിലെ ആമർ സെന്ററുകളും അബുദാബി, ദുബായ് എന്നിവിടങ്ങളിലെ ടൈപ്പിംഗ് സെന്ററുകളും ഈ കാര്യം അറിയിച്ചു. പുതിയ വിസ അപേക്ഷകളെയാണ് ഈ മാറ്റം പ്രധാനമായി ബാധിക്കുക. എല്ലാ എൻട്രി പെർമിറ്റ് അപേക്ഷകൾക്കും പാസ്പോർട്ടിന്റെ പുറം പേജ് നിർബന്ധിത രേഖയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ രാജ്യക്കാർക്കും എല്ലാത്തരം വിസകൾക്കും ഇത് ബാധകമാണ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി, ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.